ഇതെന്റെ അമ്മ കണ്ടാൽ എന്നെ കൊടുവാളെടുത്ത് വെട്ടോന്ന് എനിക്കറിയാം. ഒരു ഷീപ്പ് കണ്ടപ്പോ മയങ്ങി വീണു. ഞാനെന്താ മന്ദബുദ്ധി. ഞാൻ ലാസ്റ്റ് ആയിട്ട് മുടി കളർ ചെയ്യുന്നത് 2024 ഏപ്രിലാണ്. അത് ഞാൻ പാർലറിൽ പോയിട്ടാണ് ചെയ്തത്. ആദ്യമായിട്ട് ഞാൻ പാർലറിൽ പോയിട്ട് ചെയ്തത്. അതിന് മുന്നേക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തട്ടിക്കൂട്ട് അങ്ങനെ ചെയ്യാറ്. സോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ബേർഡ്സ് ഓഫ് പാരഡൈസ് യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റഡ്, ടെൻസ്ഡ് എല്ലാമാണ്. റെഡ് എനിക്ക് ചേരുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ ബ്ലൂ ചെയ്തിട്ടുണ്ട്, പേർപ്പിൾ, പിന്നെ ബ്ലോണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ബ്ലോണ്ടാണ് കൂടുതൽ ചേരുന്നത്. സോ റെഡ് എനിക്ക് ചേരുമെന്ന് തീരെ അറിയില്ല, കണ്ടറിയാം. പിന്നെ ഇതാണിപ്പോൾ എൻ്റെ മുടി നല്ലോണം വളർന്നു. ഞാൻ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഏറ്റവും ലാസ്റ്റ് വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യാം. എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല. ഫ്രണ്ട് മേലെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഇല്ല. ഇതെനിക്ക് ബേർഡ്സ് ഓഫ് പാരഡൈസിൽ നിന്ന് കിട്ടിയൊരു പാക്കേജ് ആട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഇപ്പം ട്രെൻഡിങ് നോ ബ്ലീച്ച് ഹെയർ കളറാ. ബട്ട് ദെൻ ഇതങ്ങനെയല്ല, ബ്ലീച്ച്ഡ് ആയിട്ടുള്ള ഹെയറിനുള്ളതാ. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇതിങ്ങനെ തുറക്കുക. ഇതിൻ്റെ കളറ് റുബ്ര റെഡ് സെമി പെർമനൻറ്റ് ഹെയർ കളർ. സെമി പെർമനൻറ്റ്. ഇതിൻ്റെ അകത്തുണ്ട് പ്ലാറ്റിനം ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇത്രയും ബ്രൈറ്റ് ആവും. പിന്നെ ബ്ലോണ്ട് ആണെങ്കിൽ ഇത്ര കളറ്, ആൻഡ് ബ്രൗൺ കളർ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ് കിട്ടുക. അത് ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ്സ് ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡ്സ് ആണ് കിട്ടുക. ഒരു 30 to 60 മിനിറ്റ്സ് വരെയാണ് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. നല്ല ടെൻഷനുണ്ട്. ഇതിൻ്റെ 2 ബോക്സ് ആയിട്ട് വന്നത്. ഡെവലപ്പർ അങ്ങനെ ഒന്നുമില്ല, 2 സെയിമാ. അപ്പം ദെൻ 2 ബോക്സ് ആയിട്ട് 2 കളറാണ് നമുക്ക് കിട്ടിയത്. നല്ല രസമല്ലേ ലോഗോ? ബ്യൂട്ടിഫുൾ ഗേൾ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ബേർഡ്സ് ഓഫ് പാരഡൈസ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞോ? ഓർമ്മയില്ല. ആൻഡ് ഓൾസോ ദി കളർ റെഡ്. ആദ്യമായിട്ടാണ് റെഡ്. എന്ത് ബ്രൈറ്റ് റെഡ്. ഇത് അമോണിയ ഫ്രീ ആണ്. ഞാൻ എന്താ കുറേ നേരമല്ലോ ഇത് വെച്ചിട്ട്. കളർ ചെയ്യുന്ന സമയത്ത് മൈക്ക് ഉണ്ടാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർണമെന്റ്സ് ഓൾസോ ഊരി വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഊരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല, അതുകൊണ്ട് ഞാൻ ഊരുന്നില്ല. നമുക്ക് ഇവിടുന്നൊക്കെയാണല്ലോ തുടങ്ങുന്നത്, അപ്പം അത് വലുതായിട്ട് ബാധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സൈറ്റഡ്. ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ. അയ്യോ, ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ. ഉച്ച ഒരു സമയമാണ്, അതുകൊണ്ട് മിക്സിയൊക്കെ അടിക്കുന്നുണ്ട്. സോ ക്ഷമിക്കുക, കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓൾവേസ് പഴയ ഒരു ടീഷർട്ട് എടുത്തിടുക, സംതിങ് ബ്ലാക്ക് പ്രിഫറബിളി. വേണ്ടാത്ത എന്തെങ്കിലും എടുത്തിട്ടാൽ മതി. തുറക്കാൻ പോവാട്ടോ. മൈ ഗോഡ്. ഓ, ഇത് അടിപൊളി മണം. നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട്. ഹായ് ഹായ്. ഞാൻ മുടി കളർ ചെയ്യാൻ പോവാ. ഈ കളർ വെച്ചിട്ട് എന്നിട്ട് എന്താ അച്ഛൻ ചെയ്തരും? അച്ഛൻ ചെയ്യണോ? റെഡ് റെഡ് അച്ഛൻ കിട്ടാ നല്ലായിരിക്കില്ലേ ഈ വൈറ്റ് കളർ വെച്ചിട്ട്?
മീശ ആക്കിയതോ ഇല്ല, അടിച്ചു. ഇതിന്റെ കൂടെ ഗ്ലൗസ്, ഹെയർ മാസ്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ പറയാ, ഇതിന്റെ കൂടെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് എന്തെങ്കിലും പണ്ടുണ്ടായിരുന്ന ഗ്ലൗസ് ഒക്കെയാണ്. അച്ഛൻ എത്ര വേണം? എനിക്കൊന്നും പോരാ, അച്ഛനല്ലെങ്കിൽ ഇതില് എന്തിട്ട് ഇപ്പൊ എനിക്ക് കുറെ നേരം ഞാനിപ്പോ ഇവിടെ ഇരിക്കാൻ പോവാണോ? എനിക്ക് വെറുതെ എന്നെ വിട്ടിട്ട് വട്ടെടുപ്പിക്കില്ല. ആ എന്താ വേറെ നോക്കി കാര്യം നോക്കി. എന്താ ഇപ്പം വേണ്ട എനിക്ക്? നല്ല രീതിക്ക് വരണം. നല്ല രീതിക്ക് ആവുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവല്ലോ, അച്ഛത്തുള്ള ഞാൻ ചെയ്തോ. എന്റെ കയ്യിൽ നിന്നാണ് ചെവിയിലേക്കൊക്കെ ആവുക. എന്റെ കയ്യിലുണ്ട്. ഇത് അവിടെയും ഇവിടെയൊക്കെ ആവുന്ന മാതിരി എനിക്ക് തോന്നുന്നു. അപ്പം ഐ തോട്ട് കുറച്ച് മോയ്സ്ചറൈസർ കഴുത്തിലൊക്കെ തേക്കാണ്. ഇതൊക്കെ ആദ്യം ചെയ്യണ്ടായിരുന്നു, നിന്ന് പോയി. ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ. നല്ല രീതിക്ക് തേക്കണം, നമ്മൾ പിശുക്കാൻ പാടില്ല. ഓക്കെ, അതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ പിശുക്കൽ, നല്ലോണം തേക്കണം. അച്ഛപ്പോൾ തേച്ച് പോയത് നല്ല പിശുക്കിട്ട. വേണമെങ്കിൽ ഒരു ബോട്ടിൽ മൊത്തം എടുത്തോളാൻ അവർ പറയുന്നത്. അഥവാ വർക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഒന്നുകൂടി അടിക്കാം, നെക്സ്റ്റ് ഡേ ഒന്നുകൂടി അടിക്കാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഒരു ടുബ്ര റെഡ് അല്ലേ? ദോസ്തക്കി. ഇത് എൻ്റെ പാട്ട്, എൻ്റെ ലിറിക്സ്. ഓക്കെ, നോ വൺ ഈസ് ഗോണ ജഡ്ജ്. അതുകൊണ്ട് താഴെ വന്നിട്ട് ആരും കമൻറ്റ് ഇടണ്ട. റൂബറൂ ദോസ്തക്കി. ഞാനിത് ഫ്രഷ് ആയിട്ട് പിയേഴ്സ് ചെയ്താ കേട്ടോ. അപ്പോൾ നല്ല പെയിൻ ഉണ്ട്. മുടി ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ 1-2 ആൾക്കാർ എടുത്തുന്ന അടി കിട്ടിയിട്ടാണ് ഈ ഒരു സൈഡ് എടുത്തത് പോയത്. സോ എനിക്കത് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ എനിക്ക് റീസെൻ്റായിട്ട് ഒരടി കിട്ടി, നല്ല പെയിനുണ്ട്. ഇനി ആരും എൻ്റെ ഇത്ര റേഡിയസിലേക്ക് ഞാൻ അടുപ്പിക്കില്ല. എൻ്റെ പെയിൻ അറിയോ? കൊയ്വാൽ മരിയുണ്ടോ? രൂപ എൻ്റെ മുഖത്തിന് ചേരുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനാ, എന്തും ചേരും. അത്രയ്ക്കും ഭംഗിയുള്ള മുഖം. ഞാൻ ഏതായിരുന്നു യൂസ് ചെയ്ത്? ഞാൻ പണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കളർ ചെയ്യുമ്പം ലോറിയൽ അറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു, മുടി ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ദെൻ അതിൻ്റെ സ്മെല്ല് ഭയങ്കര അമോണിയ ഉണ്ടായിരുന്നു. അതെനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു, ആ ഒരു സ്മെല്ല് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ മുടി ഡാമേജ് ഒന്നുമില്ല. ഇപ്പോഴത്തെ എൻ്റെ മുടി നല്ല ഡാമേജ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പാർലറിൽ പോയി ചെയ്തിരുന്നു. അതിനുശേഷം നല്ല ഡാമേജായി. കുറച്ച് മന്ത് ഇല്ലായിരുന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഒരു 3 to 4 months ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ്റെ പ്രശ്നമാണോ അതൊന്നും എനിക്കറിയില്ല. മുടി റഫാവാൻ തുടങ്ങി. അവർ യൂസ് ചെയ്ത ബ്രാൻഡ് എനിക്കറിയില്ല കേട്ടോ, അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഡൽഹി പോയപ്പം അവിടുന്ന് ചെയ്ത അതുകൊണ്ട് തന്നെ അത് നല്ല ചീപ്പായിരുന്നു. ചീപ്പ് കണ്ടപ്പോൾ മയങ്ങി വീണു. ടിപ്പിക്കൽ മലയാളി. I'm in love with this. I can't wait for the results. അത് പിടിക്കോ ഇല്ലയോ എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത്. പിടിക്കുമായിരിക്കും, ഈ ഒരു അറ്റത്തെങ്കിലും പിടിക്കുമായിരിക്കും അല്ലേ? ഇവിടെയും കൂടി വേണമായിരുന്നു. ബോറാവോ? പണ്ട് എനിക്കില്ലേ ഇവിടെയും ഇങ്ങനെ സ്ട്രാൻഡ്സ് മാതിരിയായിട്ട് വൈറ്റ് കളർ വേണമെന്നുണ്ടായിരുന്നു. ഓരോ കാലത്ത് ഓരോ ഇത്. വൈറ്റും ഓർ ലൈറ്റ് പിങ്ക് ഇല്ലേ, നല്ല രസമുണ്ടാവും അല്ലേ? ഉണ്ടാവും. പക്ഷെ എൻ്റെ സ്കിൻ ടോണിന് രസം ഉണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് രസം ഉണ്ടാവുന്നു. ആണോ? കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നല്ല വലിയ വട്ടത്തിൽ. ഞാനിപ്പം ഷോർട്സ് പുറത്തേക്കൊന്നും ഇടാത്തതുകൊണ്ട് കുഴപ്പമില്ല.
ബിക്കോസ് എന്താ, ഞാൻ കോഴിക്കോട് വീട്ടിലാണ്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഷോർട്സ് ഒന്നും ഇടാറില്ല. അറിയുന്നവരുണ്ടാവേ. അമ്പട കള്ള ജിഞ്ചിൻ ഞങ്ങൾക്കിടെ ഇവിടെ ഒളിച്ചു കിടക്കുകയാണോ? I have to be careful. I have to be careful. ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൂടി ഷോപ്പിൽ കുളിക്കുവോ? ഇനി എവിടെയെങ്കിലും ഉണ്ടോ? എവിടെടാ റൂബറൂ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അങ്ങനെ പറഞ്ഞു പോണത്. ഇതെൻ്റെ അമ്മ കണ്ടാൽ എന്നെ കൊടുവാളെടുത്ത് വെട്ടുമെന്ന് എനിക്കറിയില്ല. വാവ്, ഇവിടെയും ആക്കി, ഇവിടെയും ആക്കി, ഇവിടെയും ആക്കി, ഇവിടെയും ആക്കി, എല്ലായിടത്തും ആക്കി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇപ്പോൾ കേൾക്കണ്ട. ബിക്കോസ് എനിക്കെൻ്റെ വിലപ്പെട്ട മൈക്കാണ് പ്രധാനം. റീപ്പട്ടിക്ക് എത്രയാ? എനിക്കൊന്ന് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ മിക്കവാറും ഇന്ന് കുഴിച്ചു മൂടുന്നുണ്ടാവും എൻ്റെ അമ്മയും അച്ഛനും. ബായ്. ഞാനെന്താ മന്ദബുദ്ധിയോ? ഇവിടെ വെച്ചാൽ പോരെയായിരുന്നു. ഇനി അവിടെ വെച്ചിട്ടാവുമെന്ന് ആർക്കറിയാം. ഒന്ന് പോ. ഇല്ല, ആദ്യമേ ഇടേണ്ട കാര്യമല്ല ഇതൊക്കെ. ഇങ്ങനെ വെക്കാല്ലേ. എൻ്റെ ലൈഫിൻ്റെ ചാർജ് തീർന്നു. അമ്മമ്മൻ്റെ റിയാക്ഷൻ എടുത്താലോ? ടെസ്റ്റ് ചെയ്ത് നോക്കണോ ഇവിടെ വർക്കാവുമോന്ന്? അലീഷ, എനിക്ക് വയ്യ ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കാൻ. ഇവിടെ ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ വന്ന് നല്ല വെച്ചിട്ടുണ്ടല്ലേ. എനിക്കിനി ഒരു ദിവസം കൂടി കളർ ചെയ്യാൻ ഇരിക്കാൻ വയ്യ. മതി അലീഷ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച്. ഇനി നമുക്ക് കുറച്ച് മോയ്സ്ചറൈസറിൽ കുളിക്കാം. ഇപ്പോൾ സമയം 1:35, 2:35 ആകുമ്പോൾ ഒരു എല്ലാം വെക്കാം. എത്ര എലാമ അറിയോ? കാണിച്ചു തരാം. എൻ്റെ റൂംമേറ്റ്സിനൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അടിച്ചതിൻ്റെ മേലെ അടിക്കും. ഞാൻ തന്നെ ഓഫാക്കും, പക്ഷെ പിന്നെയും അടിക്കും. കാരണം ഞാൻ ഒറ്റ എല്ലാത്തിലും ഞാൻ എണീക്കൂലല്ലോ. എന്താ വേണ്ടത്? 2:45. 1 eternity later. 1 മണിക്കൂറായിട്ടോ. കഴുകി നോക്കാല്ലേ. ഇതൊക്കെ പോയാൽ മതിയായിരുന്നു. 1 മണിക്കൂർ വെച്ചു, കുളിച്ചു. ആൻഡ് ഇനി ഫൈനലി അൺബോക്സിങ് ടൈം. രസമുണ്ടല്ലേ? ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി നോക്കാം ഉണ്ടോ. ഒരു കാര്യം ചെയ്യാം, ഇപ്പം ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് എടുക്കാം. പോവാം. എവിടെയാ? എവിടെ? അച്ഛ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? അച്ഛനൊന്നും പറയില്ല, അച്ഛനത് തേച്ചെന്ന്. അമ്മ ബിസിയല്ലേ അമ്മ? നോക്കി മുടി നോക്കി. ഇത് ചെയ്യാ പോരെ നീ? അല്ല, അത് ഞാൻ സ്വന്തം ചെയ്ത. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഓ, നല്ല രസമുണ്ട്. നല്ലൊരു എങ്ങനെയുണ്ട് മമ്മി? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? നമുക്ക് വേണോ?